നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. 3 മേഖലയിലുള്ള ബന്ധങ്ങളിലെ നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ദാനമാണ് കേട്ടോ ഈ അറിവ്. 3 മേഖലകളിൽ. ഒന്നാമതായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ മേഖല. മർത്തായും മേരിയും നമുക്കറിയാലോ. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 38 മുതൽ 42 വരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. മർത്തായും മേരിയും കുടുംബനാഥയാണ് ആതിഥ്യ മര്യാദ കാണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. യഹൂദ നിയമപ്രകാരം മർത്ത ആതിഥ്യ മര്യാദ കാണിക്കുകയാണ്. മറിയം നല്ലത് തിരഞ്ഞെടുത്തു എന്ന് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട്. മറിയം നല്ലത് തിരഞ്ഞെടുത്തു. മർത്ത ചെയ്തത് എന്തുകൊണ്ടാണ് തെറ്റായി പോയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. യഹൂദ മതപ്രകാരം നമുക്കിപ്പോൾ നമ്മുടെ ഇന്ത്യൻ ചിന്തകളിൽ നോക്കി അതിഥി ദേവോ ഭവ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതിഥിയെ ദൈവമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ യഹൂദ നിയമപ്രകാരവും ഹോസ്പിറ്റാലിറ്റി ഈസ് എ ഗ്രേറ്റ് വെർച്യൂ. നമ്മുടെ ഈ ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് വലിയ ഒരു ദാനമായിട്ട് അവർ എടുത്തിരുന്നു, വലിയ കാര്യമായിട്ട് എടുത്തിരുന്നു. അത് ഹോസ്പിറ്റാലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വെർച്യൂ ആയിട്ട് അവർ സ്വീകരിച്ചതാണ്. അപ്പോൾ മാർത്ത വാസ് വർക്കിംഗ് ഫോർ ഗാഡ്, ബട്ട് മേരി വാസ് ഡൂയിങ് ദ വർക്ക് ഓഫ് ഗാഡ്. അതാണ് വ്യത്യാസം. ദൈവത്തിന് വേണ്ടിയിട്ട് മാർത്ത പ്രവർത്തിച്ചു. അങ്ങനെ മേരി എന്താ ചെയ്തേ? കർത്താവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്തു. ഇതാ വ്യത്യാസം. മാർത്ത ചെയ്തത് കർത്താവിന് ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി ചെയ്തു. പക്ഷെ മേരി കർത്താവിന് ഇഷ്ടപ്പെട്ടത് ചെയ്തു. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യാപൃതയായിരുന്നു. ഇതെല്ലാം കർത്താവിന് ഇഷ്ടപ്പെടുമായിരിക്കും, ഞാനിത് ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമായിരിക്കുന്നു കരുതി. പക്ഷെ കർത്താവിനോട് ചോദിച്ചില്ല, കർത്താവിൻ്റെ ഇംഗിതം അറിഞ്ഞില്ല, കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ദൈവത്തിന് ഇഷ്ടപ്പെടുമെന്ന് മാർത്ത സ്വയം നിശ്ചയിച്ചു. യേശുവിന് തൻ്റെ പ്രവൃത്തികൾ ഇഷ്ടമാണോ എന്ന് മാർത്ത ചോദിച്ചില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിച്ചറിയാതെ പ്രവർത്തിച്ചതാണ് മാർത്തയുടെ തെറ്റ്. ദൈവഹിതം ആരായാതെ നമ്മൾ അത്യധ്വാനം ചെയ്യും, കഠിനാധ്വാനം ചെയ്യും. ദൈവഹിതമാണോ എന്ന് പോലും ചിന്തിക്കില്ല. അതാണ് മാർത്തയുടെ തെറ്റ്. മറിയം നല്ലത് കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്, നല്ലത് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് മേരിക്ക് അറിയാമായിരുന്നു. തൻ്റെ തൃപ്പാദത്തെങ്കിൽ ഇരുന്ന് വചനം കേൾക്കുന്നതും അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതുമാണ് ഈശോയ്ക്ക് ഇഷ്ടം, മറ്റൊന്നുമല്ല എന്ന് മേരി അറിഞ്ഞതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. നമ്മളൊരു വീട്ടിൽ കയറിപ്പോയി, നമ്മളൊരു അതിഥിയായിട്ട് ചെല്ലുന്നു, ആളുകൾ ചെന്ന് കഴിഞ്ഞ് ഉടനെ ചായ എടുക്കാൻ വേണ്ടി പോകുന്നു, നമ്മൾ തന്നെ അവിടെ നിൽക്കുന്നു. നമുക്ക് എന്താ ഇഷ്ടം? അവരെ ഓർമ്മിച്ച് ഇരുന്ന് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി പോയിരുന്നല്ലേ, അല്ലാണ്ട് നമുക്ക് ചായ കുടിക്കാനാണ് നമ്മളൊരിടത്ത് പോകുന്നത്. ഇതുപോലെ തന്നെ മേരി കർത്താവിൻ്റെ അടുത്ത് പോയിരുന്ന് വചനം ശ്രവിക്കാൻ ഇഷ്ടപ്പെട്ടു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, മറിയം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവിടുത്തെ പാദത്തിങ്കൽ ഇരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തു, ദൈവഹിതം എന്തെന്ന് അറിഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ തിരുവചനം പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഇഷ്ടം എന്ന്. 2-ാമത്തെ മേഖല എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളിൽ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ്. ദൈവവും മനുഷ്യനായിട്ടുള്ള മാത്രമല്ല, മനുഷ്യബന്ധങ്ങളിൽ തന്നെയുള്ള നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ്. ഇത് എല്ലാ ബന്ധങ്ങളും നല്ലതാണെന്ന് അപ്പോൾ നമുക്കറിയാം. ഏതാണ് നല്ലത്, ഏതാണ് മോശമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചില ബന്ധങ്ങളെല്ലാം ചിലപ്പോൾ നല്ലതാണെന്ന് നമുക്ക് കരുതി ചെയ്യുന്നതെല്ലാം നന്മയാകണമെന്നില്ല. ആദ്യം തുടങ്ങുമ്പോഴൊക്കെ വലിയ ആത്മീയ ബന്ധമായിരിക്കും ചിലതൊക്കെ. പക്ഷേ പിന്നീട് നിലവിട്ടുപോയി ബന്ധത്തകർച്ചകൾ പലതിലും അവസാനിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെ പലതും നല്ലതായിട്ട് തുടങ്ങുന്നുണ്ടാവും, പക്ഷെ അവസാനം അത് തിന്മയായിട്ട് മാറും. സാംസണും ദലീലയും തമ്മിലുള്ള വലിയൊരു ബന്ധത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 31 വരെയുള്ള തിരുവചനത്തിൽ സാംസണും ദലീലയും കൂടെയുള്ള ബന്ധം പറയുന്നുണ്ട്. ആദ്യമൊക്കെ കൂടിയോ, പക്ഷേ അവൾ ചതിക്കുകയും ചെയ്തു. പണത്തിന് വേണ്ടി സ്നേഹിച്ചവനെ ഒറ്റക്കൊടുക്കുന്ന ദലീലയും അഭിഷേകം അടിയറ വയ്ക്കുന്ന സാംസനെ അവിടെ കാണുന്നത്. ബൈബിളിലെ ഏറ്റവും ദയനീയമായിട്ടുള്ള വാക്യമെന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ തിരിച്ചറിഞ്ഞില്ല. സാംസൺ തൻ്റെ ഉള്ളിൽ നിന്നും കർത്താവ് വിട്ടുപോയ പോലെ കാര്യം അറിയാതെ അവൻ വെകളി പിടിച്ച് നടക്കുക. എന്തൊരു മോശമായിട്ടുള്ള ഒരു ജീവിതമാണ്. വളരെ അഭിഷിക്തൻ, കർത്താവിൻ്റെ അഭിഷേകമുണ്ടായിരുന്ന വ്യക്തിയിൽ നിന്നും കർത്താവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി തിരിച്ചറിഞ്ഞില്ല സാംസനെ.
തന്നെ വിട്ടുപോയ കർത്താവിൻ്റെ ചൈതന്യം തന്നെ വിട്ടുപോയ കാര്യം അറിഞ്ഞില്ല. കർത്താവ് നഷ്ടപ്പെട്ടു പോയാൽ, കൃപ നഷ്ടപ്പെട്ടു പോയാൽ, അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ കോമാളികളായി തീരും പ്രിയപ്പെട്ടവരെ. ഇതിനെ കോമാളിത്തരത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനത്തിൽ അവർ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ അഭ്യാസം കാണിക്കുന്നതിന്, കോമാളിത്തരം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവിൻ. സാംസനെ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ അഭ്യാസം പ്രകടിപ്പിച്ചു. കോമാളിത്തരം കെട്ടേണ്ടി വരും പ്രിയപ്പെട്ടവരെ. അഭിഷേകം നഷ്ടപ്പെട്ടാൽ, ദൈവത്തിന്റെ ഛായയും ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ ആത്മാവും നഷ്ടപ്പെട്ടാൽ നമ്മൾ കോമാളികളായിട്ട് മാറേണ്ടി വരും. കോമാളികൾ. 3-ാമത്തെ മേഖല വസ്തുബന്ധങ്ങളിൽ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള അറിവാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിൻ്റെ വലിയൊരു ശക്തി. കണ്ണിന് കൗതുകമുണ്ടാകാം, സ്വാദിഷ്ടമാകാം, അറിവ് നൽകാൻ പര്യാപ്തമാകാം. പക്ഷെ ചില വസ്തുക്കൾ നന്മ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നന്മ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സംഗീത പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ആഖാന്റെ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആഖാനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുകയാണ് അവിടെ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 27 വരെയുള്ള തിരുവചനത്തിൽ നാമാനും ഗഹസിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് അവിടെ പറയുന്നത്. നാമാനെ കുഷ്ഠരോഗ വിമുക്തനാക്കി ദൈവത്തിന്റെ വലിയ അഭിഷേകം കൊടുത്തിട്ട് എലീശ പ്രവാചകൻ ഗഹസിയോട് ചോദിക്കുകയാണ്. എലീശ പ്രവാചകന്റെ ശിഷ്യൻ ഗഹസിയാണ്. പ്രവാചകൻ അറിയാതെ നാമാനിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് സമ്മാനം വാങ്ങിയ നാമാന്റെ എനിക്ക് ഞങ്ങളൊരു ഗസ്റ്റ് വന്നു, അതുകൊണ്ട് കുറച്ച് തരണം കൊട്ടെന്നൊക്കെ പറഞ്ഞ് മേടിച്ചു കൂട്ടി. നാമാന്റെ കുഷ്ഠം അവനും അവന്റെ സന്തതിക്കും എന്നേക്കുമായിട്ട് വന്നു ചേരുകയാണ് അവിടെ ചെയ്യുന്നത്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീശായുടെ സന്നിധിയിൽ നിന്ന് വിട്ടുപോയി എന്ന്. അവന് ദൈവപുരുഷന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. ശിഷ്യയായി കുഷ്ഠരോഗം വന്ന് സമൂഹത്തിൽ നിന്നും സ്വന്തം ബന്ധുക്കളിൽ നിന്നും അകന്ന് അന്യനായി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അഭിഷേകം നഷ്ടപ്പെട്ടു പോയാൽ, കർത്താവ് നഷ്ടപ്പെട്ടു പോയാലുള്ള വലിയൊരു ശിക്ഷയാണിത്. ഇറന്നു വാങ്ങുന്ന അവസ്ഥയാണേ അഭിഷേകം നഷ്ടപ്പെട്ട ശിക്ഷ. ആളുകൾ തരുന്ന സമ്മാനങ്ങളിൽ ചിലപ്പോൾ കൊളുത്തുകൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. മീനിന് പറ്റുന്നത് പോലെ ആകെയേക്കല്ലേ. വെള്ളത്തിൽ മീൻ ഇരയെ മാത്രമേ കാണുന്നുള്ളൂ. ഇര വിഴുങ്ങുന്ന ചൂണ്ടയെ മീൻ മറന്നു പോകും. അറിവെന്ന ദാനം കിട്ടുന്ന വ്യക്തിക്ക് നഷ്ട വസ്തുക്കളെയെല്ലാം ദൈവത്തിന്റെ കരവേലയായിട്ട് കാണാൻ കഴിയും. മദർ തെരേസ പറയുന്നുണ്ട്, ഞാൻ ഓരോ കുഷ്ഠരോഗിയെയും കർത്താവായ യേശുവിൽ കാണുന്നുവെന്ന്. ഓരോ കുഷ്ഠരോഗിയിലും കർത്താവായ യേശുവിനെ കണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്നു. യേശുവിൻ്റെ മുറിവുകളാണ് ഞാൻ തുടച്ചു കെട്ടുന്നത് എന്ന്. അറിവെന്ന ദാനം മൂലം ലഭിക്കേണ്ട പ്രത്യേകം അനുഗ്രഹമാണിത്. കർത്താവിനെ കണ്ട് ശുശ്രൂഷിക്കാൻ, കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാൻ ദൈവമാണ് നമുക്ക് ഈ അറിവ് നൽകുന്നത്. സങ്കീർത്തനത്തിൽ 94-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ദൈവമാണ് ഈ അറിവ് തരുന്നത്. ദൈവാത്മാവ് അറിവിൻ്റെ ആത്മാവാണെന്ന് യേശയ്യായുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം പറയുന്നു. അതുപോലെ തന്നെ സുഭാഷിതത്തിൽ 2-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നുവെന്ന്. പ്രസിദ്ധനായിട്ടുള്ള സോളമൻ രാജാവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ട് ശേബ രാജ്ഞി അദ്ദേഹത്തെ നേരിൽ കാണാൻ വന്നപ്പോൾ വളരെ സാമ്യവും യാഥാർത്ഥ്യത്തിനോട് അടുത്ത് തന്നെയുള്ള ഒരു കൃത്രിമമായിട്ടുള്ള 2 പൂക്കൾ, യഥാർത്ഥ പൂക്കളും അതുപോലെ തന്നെ അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു കൃത്രിമ പൂക്കളും 2 പൂക്കളും കൊണ്ടേ വെച്ചു. അങ്ങനെ കാണിച്ചുകൊണ്ട് അതിലേതാണ് യഥാർത്ഥ പുഷ്പം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള സാമ്യമുള്ള 2 പുഷ്പങ്ങൾ. എന്നിട്ട് സോളമനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശേബരാജ്ഞി പറയുകയാണ്, ഇതിൽ ഏതാണ് ശരിയായ പുഷ്പം എന്ന് തിരഞ്ഞെടുക്കാമെന്ന്. ശേബരാജ്ഞിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സോളമൻ രാജാവ് തിരഞ്ഞെടുക്കുകയാണ് യഥാർത്ഥ പുഷ്പം. വിസ്തീർണമായി പറഞ്ഞത്, ഒരു തേനീച്ച പറന്നു വന്ന് അതിൻ്റെ ഒരു പൂവിലിരുന്നു എന്നാണ്. ഹണിബി ഫിലോസഫി, ഹണിബിയുടെ വലിയൊരു സന്ദേശം അവിടെ പറയുന്നുണ്ട്. ഒരു ജനല് തുറന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു തേനീച്ച വന്ന് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പുഷ്പത്തിൽ വന്നിരുന്നു. ഹണിബി ഫിലോസഫി എന്ന് പറയുന്നു അതിന്. ഹണിബി ഫിലോസഫി എന്ന് ജസ്റ്റിസ് KT തോമസ് വിളിക്കുന്നുണ്ട് ഈ സംഭവത്തെ ഹണിബി ഫിലോസഫി എന്ന് പറഞ്ഞു. പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് മുല്ലാക്ക തിരിച്ചു വരുമ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ വലിയ കലഹമാണ് നടക്കുന്നത്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ കലഹം ഉണ്ടാക്കണമെന്ന് കരുതി മുല്ലാക്ക ആ ഭവനത്തിൽ കയറി വിവരം അന്വേഷിക്കുക. അങ്ങനെ വിവരം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ വിൽപത്രമാണ് ഇതിൻ്റെ കാരണം. അത് നടപ്പാക്കുന്നതിനെ ചൊല്ലിയ ഈ വീട്ടിലെ 3 മക്കൾ തമ്മിൽ വലിയ കലഹമാണ്. മരിച്ചുപോയ പിതാവിൻ്റെ വിൽപത്രത്തിൽ ആ വീട്ടിലുള്ള 7 കുതിരകളെ ഭാഗം വെക്കണം. അങ്ങനെ ആ പിതാവ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ബാപ്പ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്യണമെന്ന് മക്കൾക്ക് നിർബന്ധമുണ്ട്. 3 മക്കൾക്കും. മൂത്ത പുത്രന് പകുതി കൊടുക്കണം, 2ാമത്തെ മകന്
പകുതി കൊടുക്കണം, ബാക്കിയുള്ളതിൻ്റെ പകുതി കൊടുക്കണം. മൂന്നാമത്തേന് മകന് ബാക്കിയുള്ളതിൻ്റെ പകുതി കൊടുക്കണം. അങ്ങനെ ബാക്കി വരുന്നത് പള്ളിക്ക് കൊടുത്തേക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വലിയ തർക്കമാണ്. 7 കുതിരകളുണ്ട്, ഇതിനെ പകുത്തു തന്നെ കൊടുക്കണം. അതാണ് വളരെ ചിന്താ കുഴപ്പമായി. ഒരാളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ബാപ്പ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം, കൃത്യമായിട്ട് വിൽപത്രം അതുപോലെ തന്നെ ചെയ്യണം. കുതിരകളെ കഷണങ്ങളാക്കിയാലും വേണ്ടില്ല, ഭാഗം അതിൻ്റെ കഷണങ്ങളാക്കിയിട്ട് മാത്രമേ നടത്തുള്ളൂ. നമ്മൾ 7 കുതിരയ്ക്ക് എങ്ങനെയാണ് പകുതി വയ്ക്കാൻ പറ്റുക? അപ്പം അതുകൊണ്ട് മുല്ലാക്ക അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹ് ഒരു മാർഗം എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, എല്ലാവരും ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചേക്കണേ. അപ്പം നിങ്ങളുടെ പാപ്പ മരിക്കുന്നതിന് മുമ്പ് പള്ളിക്ക് ദാനമായി തന്ന എൻ്റെ ഈ കുതിരയെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. ഇനി അത് കൂട്ടിയിട്ട് വേണം ഭാഗം നടത്താൻ, അത് നടത്തിയാൽ മതി. കാര്യം അത്ര നിസ്സാരമാണെന്ന് അറിയാമോ? എന്നിട്ട് അത് പങ്കുവെച്ചോളാൻ പറഞ്ഞു. 8 കുതിരകളാണ്. 7 കുതിരകൾ ബാപ്പാടെ ഉണ്ടായിരുന്നു. മുല്ലാക്ക കൊടുത്ത പള്ളിക്ക് കൊടുത്ത ആ കുതിരയും കൂടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് 8 കുതിരകളായി. അതിൻ്റെ പകുതി എത്ര എണ്ണം? 4 എണ്ണം മൂത്തമോന് കൊടുത്തു. രണ്ടാമത്തെ മകന് ബാക്കിയുള്ളതിൻ്റെ പകുതിയായിട്ടുള്ള 4ൻ്റെ പകുതി 2 കൊടുത്തു. പിന്നെ വന്നത് 2 കുതിരകളല്ലേ, പിന്നെ 2 കുതിരകളിലുണ്ട്. അതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ പകുതി മൂന്നാമന് കൊടുത്താൽ മതി. മൂന്നാമത്തെ മകനൊരു കുതിര കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ളത് പള്ളിക്കാണല്ലോ. പള്ളിക്ക് കിട്ടിയ കുതിരയും കൊണ്ട് മുല്ലാക്ക തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആലോചന അത്ഭുതകരമായി മനുഷ്യനെ നടത്തുന്ന ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കഥയായിരിക്കാം അത്. When I cannot understand my father's leading and it seems to be but hard and cruel fate, still I hear that gentle whisper ever pleading, God is working, God is faithful, only wait. സ്ട്രീംസ് ഓഫ് ഡെസേർട്ട് എന്ന് പറഞ്ഞുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന, നീ ഒന്ന് ശാന്തനായിട്ടിരുന്നാൽ മതി, കർത്താവിൻ്റെ വലിയ കൃപ നിനക്ക് ലഭിക്കും. സുഭാഷിതത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധമായവനെ അറിയുന്നതാണ് അറിവ് എന്ന് സുഭാഷിതത്തിൽ പറയുന്നു. സുഭാഷിതത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൃപകളിൽ ഒന്നാണ് ഈ അറിവ് എന്ന് സുഭാഷിതത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുകയാണ് അറിവിന്റെ ലക്ഷ്യമെന്ന് സങ്കീർത്തനം 19-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ദൈവവുമായി ബന്ധപ്പെടുന്നതിൻ്റെ അളവനുസരിച്ചാണ് ഒരാൾക്ക് ഈ അറിവ് കിട്ടുക. കാരണം അറിവ് ദൈവം തന്നെയാണ്. ദൈവിക ചൈതന്യം കൊണ്ട് നിറയുമ്പോഴാണ് ബെസാലേലിന് പുറപ്പാടിന്റെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ 30-31 ഒരു തിരുവചനത്തിൽ അറിവ് കിട്ടുന്നത്. അറിവ് കൊണ്ട് ദൈവം അദ്ദേഹത്തെ നിറയ്ക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ ബാലാം കർത്താവിന്റെ അറിവിൽ പങ്കുചേരുന്ന കാര്യം സംഖ്യയുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം പറയുന്നു. നീ എത്രമാത്രം കർത്താവിനോട് അടുത്താണ് ഇരിക്കുന്നത്, അത്രമാത്രം അറിവ് കൊണ്ട് കർത്താവ് നിറയ്ക്കും. ആ ദൈവത്തിന്റെ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 6-ാമത്തെ പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറയുന്നത് ദൈവഭക്തിയാണെന്ന് നമുക്കറിയാം. ദൈവത്തോട് പുത്രി സഹജമായിട്ടുള്ള സ്നേഹം മനസ്സിൽ ജനിപ്പിക്കുന്ന ദാനമാണ് ദൈവഭക്തി. എൻ്റെ ദൈവമേ, നിന്റെ പ്രിയപുത്രനായി പ്രിയപുത്രിയായിട്ട് ജീവിക്കാനുള്ള വലിയ കൃപ, ആ ഒരു ബോധ്യവും ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ലക്ഷ്യവുമാണ് ഈ വലിയ ദാനം, ദൈവഭക്തി എന്നുള്ള ദാനം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന പൂർണ്ണമായ ബോധ്യം, എന്നെ സ്നേഹിക്കുന്ന ദൈവത്തോട് എനിക്ക് തിരിച്ചു തോന്നുന്ന സ്നേഹമാണ് ഈ ദൈവഭക്തി എന്ന് പറയുന്നത്. എൻ്റെ ദൈവം എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട്. കുരിശിൽ കടന്ന് മരിച്ച് എന്നെ ഉത്ഥാനം ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുരിശ് മരണം വരിച്ച, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. ആ കുരിശിൽ മരിച്ച കർത്താവിനെ ഞാൻ തിരിച്ച് സ്നേഹിക്കണം. എത്ര അധികം സ്നേഹിച്ചാലും അതിന് മതി വരത്തില്ല എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടിയ ജീവിതത്തിനെയാണ് ദൈവഭക്തി എന്ന് പറയുക. ദൈവസ്നേഹം ഞാൻ അനുഭവിച്ചു കഴിയുമ്പോൾ തിരിച്ചു തോന്നുന്ന ഒരു സ്നേഹമാണ് ദൈവഭക്തി. സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമുക്ക് ആഗ്രഹമില്ലേ? അതുണ്ടാകണം, അത് ആഗ്രഹമുണ്ട്. കേൾക്കുവാനും പറയുവാനും കാണാനും കൂടെ ഇരിക്കുവാനും ഒക്കെയുള്ള ആഗ്രഹം. ഇതാണ് പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കുക. ദൈവഭക്തി പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കും. ദൈവകൽപ്പനകൾ പാലിക്കാൻ നമ്മെ സഹായിക്കുന്നതും ഈ ദൈവഭക്തിയാണ്. സ്നേഹിക്കുന്ന വ്യക്തിക്ക് പ്രീതികരമായത് ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും. സ്നേഹിക്കുന്ന വ്യക്തിയെ വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. ഈ ദാനത്തിലൂടെ നമ്മുടെ വ്രതങ്ങൾ പാലിക്കുവാനും സമൂഹത്തിലുള്ളവർക്ക് വ്രതങ്ങൾ പാലിക്കുവാനും വളരെ എളുപ്പമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കുവാനും നമുക്കത് വളരെയേറെ സഹായിക്കും. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ
35 മുതൽ 39 വരെയുള്ള തിരുവചനത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തുമെന്ന് ചോദിക്കുക. ക്ലേശമോ ദുരിതമോ ദുഃഖമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, എന്താ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ? അത്രയധികം ഞാൻ അങ്ങോട്ടൊരു കാമുക ബന്ധം പോലെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് ഈ ദൈവഭക്തി എന്ന് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ.